ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന സഭാ പുരോഹിതൻ, ചർച്ച് സെക്രട്ടറി, ചർച്ച് കമ്മിറ്റി, പ്രിയ സഭയെ, ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന സ്വർഗീയ ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. അതിന് അനുവാദം തന്ന അച്ഛനും സഭാ കമ്മിറ്റിക്കും, പിന്നെ ഈ ഞങ്ങളുടെ വാർഡിലെ ഡീക്കനായ ശ്രീ സാമോഹനും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മുളകൻനാട് വാർഡിൻ്റെ ഒരു പ്രതിനിധി ആയിട്ടാണ് ഞാൻ ഈ വചനപ്രഘോഷണത്തിനായിട്ട് നിൽക്കുന്നത്. കഴിവില്ലാത്ത എൻ്റെ കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 2 ദിവസം ഓരോ വാർഡിനെ പ്രതിനിധീകരിച്ച് ഓരോരുത്തരെ സംസാരിക്കുകയുണ്ടായി. ഇന്ന് സംസാരിക്കുവാനായിട്ടുള്ള വിഷയം അനുസരണം എന്നതാണ്. അനുസരണക്കേട് നിറഞ്ഞ ലോകത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ഏത് കാര്യത്തിനും ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, വലിയവരായാലും ചെറിയവരായാലും ആർക്കായാലും അത് ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് അനുസരണം എന്നുള്ള വിഷയത്തിൻ്റെ പ്രസക്തി. അനുസരണം എന്ന വാക്ക്, അതായത് ഒബീഡിയൻസ്, ആ വാക്കിന് അർത്ഥം ഞാൻ നോക്കിയപ്പോൾ കൽപ്പനകൾ പാലിക്കൽ, കീഴ്പ്പെടൽ അല്ലെങ്കിൽ സമർപ്പണം, അധികാരങ്ങൾക്കോ നിയമത്തെയോ മാനിക്കുന്ന പ്രവൃത്തി, അധികാരങ്ങളെ നിയമത്തെ മാനിക്കുന്ന പ്രവൃത്തി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് കിട്ടിയത്. അപ്പോൾ കൽപ്പനകൾ പാലിക്കൽ, അപ്പോൾ ദൈവവചനവുമായിട്ട് അല്ലെങ്കിൽ ബൈബിൾ വേദപുസ്തകവുമായിട്ട് നിന്നുകൊണ്ട് ഈ അനുസരണത്തെ നമുക്കൊന്ന് ഒരല്പം നിമിഷം ചിന്തിച്ച് നോക്കാം. കൽപ്പനകൾ പാലിക്കൽ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ, വേദപുസ്തകത്തിലെ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ അനുസരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൽപ്പനകൾ പാലിക്കൽ എന്നാണ് ഒന്നാമത് ഞാൻ പറഞ്ഞ അർത്ഥം. അതിന് പ്രപഞ്ചം തന്നെ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കുന്നുണ്ട്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അതുണ്ടായി, കൽപ്പന അവിടെ ഉണ്ടായി. പക്ഷേ കൽപ്പന ലംഘിച്ചത് നമ്മൾ ഉൾപ്പെടുന്ന, നമ്മുടെ പ്രതിനിധീകരിക്കുന്ന ആദം എന്നുള്ള അല്ലെങ്കിൽ ഹവ്വ എന്നുള്ള മനുഷ്യനാണ് കൽപ്പന ലംഘനം അവിടെ നടത്തിയത്, അനുസരണക്കേട് ആദ്യമായിട്ട് നടത്തിയത്. ദൈവം വളരെ ഇഷ്ടത്തോടെ സ്വന്തം സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെ ആദ്യത്തെ അനുസരണക്കേട് കാണിക്കുകയുണ്ടായി. തീർച്ചയായും അനുസരണക്കേട് കാണിച്ചാൽ അനുഗ്രഹം നഷ്ടമാകും. ദൈവം അവരെ ആദ്യം ഏദൻ തോട്ടത്തിലാണ് ആക്കിയത്. ദൈവം കൽപ്പിച്ചത് ഒരു കാര്യമേ ഉള്ളൂ, ഏദൻ തോട്ടത്തിലെ ഏത് വൃക്ഷങ്ങളുടെ ഫലം ഇഷ്ടം പോലെ നിങ്ങൾക്ക് തിന്നാം എന്നാണ്. യഹോവയെ ദൈവം, ഉൽപ്പത്തി 2:16 പറയുന്നു, യഹോവയെ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇപ്പം എല്ലാ സാധ്യതകളും കൊടുത്തിട്ട് ഒരു കാര്യം വേണ്ട എന്ന് പറയുമ്പോൾ, നമുക്കായിരുന്നാലും ഒരു പൊതി തന്നിട്ട് അത് തുറന്നു നോക്കരുത്, അവിടം വരെ കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കത്ത്, എന്ത് കാര്യമായിരുന്നാലും അതിനുള്ളിൽ എന്താണ് എന്നൊരു ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ അത് ഉടലെടുക്കുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെയും സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് പറയുമ്പോൾ ഹവ്വ ചിന്തിക്കുകയും ഹവ്വ അവിടെ തെറ്റ് ചെയ്യുകയും പ്രേരിപ്പിക്കുക ആദം. അപ്പോൾ എല്ലാവരും ആ പാപത്തിന് അല്ലെങ്കിൽ അനുസരണക്കേടിന് അടിമയായിത്തീരുകയും അതിൻ്റെ ഫലം അവരെ ദൈവത്തിൻ്റെ ശാപം കിട്ടുന്നു, പിന്നെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പക്ഷേ പഴയ നിയമത്തിൽ തന്നെ നോഹയെക്കുറിച്ച്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നോഹ നീതിമാനായിരുന്നു, നോഹ ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം നോഹയെയും മക്കളെയും അനുഗ്രഹിച്ചു എന്ന് കാണുന്നു. ഉൽപ്പത്തി 6:13 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ, അതിൽ 22ാമത്തെ വാക്യം, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അപ്പോൾ കൽപ്പന അനുസരിക്കുന്ന, കൽപ്പന പ്രമാണിക്കുന്ന നോഹയെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി 9:1 പറയും, ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. ഇനി അബ്രഹാമിൻ്റെ കാര്യം നമുക്കറിയാം. ദൈവം കൽപ്പിച്ചു, ഏകജാതനായ പുത്രനെ
മോറിയ മലയിൽ ദൈവത്തിന് യാഗമായി നൽകുവാൻ. അത് അബ്രഹാം അതൊന്നും തിരിച്ച് മറുപടി പോലും ചോദിക്കാതെ, തിരിച്ച് അതിനെ എതിർക്കാതെ അത് അപ്രകാരം പോകുമ്പോൾ ദൈവം അതിന് തക്കതായിട്ടുള്ള ഒരു കാര്യം അല്ലാതെ, അതായത് കുഞ്ഞാടിനെ അവിടെ ഒരുക്കിയിരിക്കുകയും ചെയ്തു. അബ്രഹാമിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു, ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ നിയമത്തെ, അധികാരത്തെയോ നിയമത്തെയോ മാനിക്കുന്ന പ്രവൃത്തിയാണ് അനുസരണമെന്ന്. അധികാരത്തെയോ നിയമത്തെ നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ അല്ലെങ്കിൽ മോശയ്ക്ക് ന്യായപ്രമാണങ്ങൾ ദൈവം നൽകിയാണ്, നിയമസംഹിതകൾ നൽകിയാണ്. ഈ നിയമങ്ങളെല്ലാം അനുസരിക്കുവാൻ ദൈവം മോശയോട് അനുസരിപ്പിക്കുവാൻ, അതായത് ഇസ്രായേൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുകയും ഇസ്രായേൽ മക്കൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ന്യായപ്രമാണങ്ങളായി പറയുന്നു. അതിൽ ഇസ്രായേൽ മക്കൾ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം അവർക്ക് അതിനുള്ള ശിക്ഷയും കിട്ടുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 ശമൂവേൽ രാജാവായ ശൗൽ രാജാവ് ദൈവത്തിൻ്റെ കൽപ്പനയെ, അതായത് ഒരു അധികാരിയിൽ നിന്ന്, ശമൂവേൽ പുരോഹിതനിൽ നിന്ന് വരുന്ന ദൈവകൽപ്പന, ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാതെ, അതായത് 7 ദിവസം എന്നെ കാത്തിരിക്കണം എന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായി ശൗൽ രാജാവിന് ഹോമയാഗം കഴിക്കാൻ. 7 ദിവസമായിട്ടും ശമൂവേൽ പുരോഹിതൻ വരാതെയായപ്പോൾ ശൗൽ രാജാവ് എന്ത് ചെയ്തു? ഹോമയാഗം ദൈവത്തിന് കഴിക്കുകയാണ്. അപ്പോൾ ദൈവം അവിടെ രാജസ്ഥാനത്ത് നിന്ന്, ആ വലിയൊരു സ്ഥാനത്ത് നിന്ന് ശൗൽ രാജാവിനെ നീക്കം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് എത്ര അധികാരത്തിലായിരുന്നാലും അനുസരണക്കേട് കാണിച്ചാൽ അതിൽ നിന്നുള്ള പതനം നമുക്ക് ആരംഭിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ 1 ശമൂവേൽ 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 1 ശമൂവേൽ 15-ന്റെ 22-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരണം എന്ന് കേൾക്കുമ്പോൾ എനിക്കും ആദ്യം ഓർമ്മ വന്ന വാക്യം ഇതാണ്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോൾ എത്രയെല്ലാം യാഗങ്ങളെക്കാളും ദൈവഹിതം അനുസരിച്ച്, ദൈവത്തിന് കീഴ്പ്പെട്ട്, ദൈവത്തെ അനുസരിച്ച് നടക്കുന്നതാണ് നമുക്കും എല്ലാവർക്കും നല്ലത്. പക്ഷേ അതിന് നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല. ഇപ്പോഴത്തെ പിള്ളേരോട് നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യം ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെ പറയുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈഗോ വർക്കൗട്ടാവും. നമ്മളങ്ങനെ ചെയ്താൽ അവർക്ക് എന്തോ നഷ്ടപ്പെടുന്നത് പോലെ. അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, തന്ത വൈബ് കാണിക്കുന്നു, അങ്ങനത്തെ ഒരു പദം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പന്മാർ അങ്ങനെ പറഞ്ഞു ഉപദേശിക്കുന്നു എന്നുള്ള ഒരു സംസാരം. അതായത് അനുസരണക്കേട് കാണിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അത് കുട്ടികളിൽ മാത്രമല്ല, വലിയവരായ നമ്മളിലും ദൈവകൽപ്പനയെ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ നമ്മളെല്ലാവരും അതിൽ പിന്നോക്കം തന്നെയാണ്. പക്ഷേ അനുസരിക്കുന്നതാണ് എത്ര യാഗത്തെക്കാളും മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് വചനം പഠിപ്പിക്കുന്നു. ആരെയൊക്കെയാണ് നാം അനുസരിക്കേണ്ടത്? ദൈവത്തെ അനുസരിക്കണം, ദൈവകൽപ്പനകളെ അനുസരിക്കണം. പിന്നെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവൻ ഭാഗ്യവാനെന്ന് നമ്മളിന്ന് വായിച്ച 119 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. അപ്പോൾ ആ ഒരു ഭാഗ്യ പദവി നമുക്ക് കിട്ടും ന്യായപ്രമാണത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ. പിന്നെ അടുത്ത് പറയുന്നത് എഫെസ്യർ 6-1 പറയുന്നു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിപ്പാനാണ്. അവിടെയും കർത്താവിന് മുൻതൂക്കം നമ്മൾ നൽകണം. എന്തുകൊണ്ട്? നമുക്ക് നന്മ ഉണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസ് ഉണ്ടാകുവാനും നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിക്കണം. പിന്നെ ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ, നേരത്തെ കർത്താവിൽ അനുസരിപ്പിനെന്ന് പറഞ്ഞു, അതുപോലെ യജമാനന്മാരായവരെ ക്രിസ്തുവിൽ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറവയിലോടും കൂടെ അനുസരിപ്പിൻ. അപ്പം അനുസരിക്കുന്നതിന് നമ്മൾ പറയുമ്പോൾ അത് ഭയം, ഭക്തി, ബഹുമാനം. ഒരു അനുസരണയിൽ ഒരു ഭയം വേണം,
ഭക്തി വേണം, ബഹുമാനം വേണം. എന്നാലേ നമുക്ക് അനുസരണം സാധ്യമാകുകയുള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ 2 ആയതേ ഉള്ളൂ. അധികാരിക്കും കീഴ്പ്പെടുന്ന കാര്യം പറഞ്ഞു, കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി സമർപ്പണവും അനുസരണത്തിൻ്റെ ഒരു ഭാഗമാണ്. നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലുള്ളതാണത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം കാണുകയാണ്. പൂർണ്ണമായിട്ടുള്ള സമർപ്പണം അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാവമാണ്. പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. പൂർണ്ണമായിട്ട് യേശുക്രിസ്തു സമർപ്പിക്കണം. നമുക്ക് അനുസരിക്കണമെങ്കിൽ ചിലപ്പോൾ ഭയന്ന് അനുസരിക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ചു, ബഹുമാനത്തോടെ അനുസരിക്കാം. പിന്നെ ഇനിയൊരു അനുസരണമുണ്ട്, സ്നേഹത്തോടെയുള്ള അനുസരണം. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ ആ സ്നേഹത്തിൽ അവരടുത്തുള്ളൊരു സ്നേഹം കൊണ്ട് നമ്മൾ അനുസരിക്കും. ചില പിള്ളേർ അവരുടെ സ്നേഹത്തോടെ പറഞ്ഞാൽ അനുസരിക്കുമായിരിക്കും എന്ന് പറയും. അപ്പം സ്നേഹത്തോടെയുള്ള അനുസരണം, അത് ദൈവം സ്വന്തം പുത്രനെ തന്നു ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം പുത്രൻ മനസ്സിലാക്കിയത് കൊണ്ട് പിതാവായ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിതാവായ ദൈവം ലോകത്തെ സ്വന്തം പുത്രനേക്കാളും സ്നേഹിച്ചു. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കൽപ്പന തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അപ്പോൾ കൽപ്പനയെ പ്രമാണിക്കുക എന്ന് ഞാൻ പറഞ്ഞു, അനുസരണം കൽപ്പന പ്രമാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നമ്മളും തമ്മിൽ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവിനെ സ്നേഹിക്കണം. ദൈവം നമ്മളെ സ്നേഹിച്ചത് യോഹന്നാൻ 3:16 പറയുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്വന്തം പുത്രനെ പോലും നൽകുവാൻ തക്കവണ്ണമുള്ള ലോകത്തിൻ്റെ സ്നേഹം. അപ്പോൾ ആ സ്നേഹം നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു കാണിക്കേണ്ടത് ദൈവകൽപ്പനകൾ അനുസരിച്ചാണ്. കൽപ്പനകളുടെ ചുരുക്കം എന്നുള്ള ഭാഗത്തിൽ നമ്മൾ 10 കൽപ്പനകൾ പറഞ്ഞിട്ട് കൽപ്പനകളുടെ ചുരുക്കത്തിൽ പറയുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 30-31 വാക്യങ്ങൾ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നാണ്. അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു അനുസരണ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു അനുസരണം നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. ദൈവം വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ ആ വചനത്തെ സ്നേഹിക്കണം. വചനത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിലും ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞാലേ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹത്തിനപ്പുറമായിട്ട് വേറെ ഒന്നും നമ്മുടെ ലോകത്തിൽ ഇല്ല, നമുക്കില്ല. കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. കാരണം ഒരു തെറ്റുമില്ലാതിരുന്നിട്ടും നമ്മുടെ ജീവന് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തു നമ്മുടെ അപ്പൻ, യേശു അപ്പൻ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി തീർന്നത്. അത് അവിടെ അവസാനിക്കുന്നില്ല. ആ ദൈവത്തോട് ക്രിസ്തു കാണിച്ച ആ അനുസരണം എന്തു ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു അനുഭവമായിട്ട് മാറി. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ താഴ്മയായ സ്വഭാവം, ആ അനുസരണം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാവണം. അത് പ്രവൃത്തിയിലൂടെ കാണിക്കുമ്പോൾ മാത്രമേ
പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് അത് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ അനുസരണത്തിൻ്റെ ഭാവത്തിലൂടെ അല്ലെങ്കിൽ അനുസരണത്തിലൂടെ നമുക്ക് നടക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.